പാഠം 366 അറിയാത്ത പിള്ള. ഹലോ, നമസ്കാരം സാർ. മോഹനകൃഷ്ണ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. അതെ അതെ, ഒരു പ്രശ്നമില്ല സാർ. നാളെ രാവിലെ റിപ്പോർട്ട് ഞാൻ 10 മണിക്ക് താലൂക്ക് ഓഫീസിൽ എത്തിക്കാം. മോഹനകൃഷ്ണൻ സാറിന് അറിയാലോ, ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ. ശരി സാർ. ഹമേ, ഈ വിളിച്ച ആരെന്നറിയാമോ? അറിയാം, തഹസിൽദാര്. വിളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? അതും അറിയാം. ബസ് സ്റ്റാൻഡിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ട് എന്തായി എന്നറിയാൻ. നാളെ രാവിലെ 10 മണിക്ക് മുന്നേ റിപ്പോർട്ട് കൊടുത്തിരിക്കുമെന്ന് കളക്ടർ പങ്കെടുത്ത യോഗത്തിൽ മോഹനേട്ടൻ വാക്കുകൊടുത്താണ്. അതുകൊണ്ട് തന്നെ നാളെ നേരം വെളുക്കുന്നതിന് മുന്നേ മോഹനേട്ടൻ റിപ്പോർട്ട് തീർത്താ പറ്റൂ. ഇത്രയും ശരിയല്ലേ? ഇത്രയും വളരെ ശരിയാണ്. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? കളക്ടർ പങ്കെടുത്ത മീറ്റിംഗ് കഴിഞ്ഞ് മോഹനേട്ടൻ ഇവിടെ വന്നിട്ട് ഈ കഥ എന്നോട് പറഞ്ഞതായിരുന്നു. സ്വാഭാവികമായും ബാക്കി സംസാരോട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ നിനക്ക് ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ ബുദ്ധിയുണ്ട്. ഇത് ബുദ്ധിയുടെ പ്രശ്നമല്ല, ഓർമ്മയുടെ പ്രശ്നമാണ്. മോഹനേട്ടൻ പറയുന്ന ഒരു കാര്യവും ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാറില്ല. ഇന്ന് പ്രത്യേകിച്ചും. ഇന്നെന്താ പ്രത്യേകത? ഇന്ന് പ്രത്യേകതയ്ക്കുണ്ട്. അതെന്താണെന്ന് വൈകിട്ട് വരുമ്പോ പറയാം. വൈകിട്ട് ഞാൻ താമസിച്ച വരൂ. പകല് മുഴുവൻ ഞാനും സ്വയംപ്രഭയും കാഞ്ചനയും കൂടി എഴുതിയാലും തീരൂല റിപ്പോർട്ട്. അത് മാത്രമല്ല, വില്ലേജ് ഓഫീസിലെ ഓരോ ആവശ്യങ്ങൾക്കായി വരുന്നവരോട് റിപ്പോർട്ട് തീർന്നിട്ടില്ല, പിന്നെ വാ, നാളെ വാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്ന് രാത്രിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പറ്റുന്നിടത്തോളം നേരത്തെ വരാം. ദീപുവിന്റെ പ്രാർത്ഥന ഇത്ര പെട്ടെന്ന് കേൾക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്ത് പ്രാർത്ഥന? അല്ല, പുതിയ ബസ് സ്റ്റാൻഡിനുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡ് വരാൻ താമസിക്കില്ലല്ലോ, അത് പറയായിരുന്നു. നീ അതിന് ബസ്സിൽ പോറില്ലല്ലോ. അല്ല, എന്നാലും നാടിനൊരു നന്മയുണ്ടാവുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുമല്ലോ, ഞാൻ അത് പറയായിരുന്നു. അപ്പൊ ശരി, വൈകിട്ട് കാണാം. മോഹനേട്ടൻ ഇറങ്ങിക്കോളൂ. അല്ല, ഇപ്പൊ ചെന്ന് എഴുതി തുടങ്ങിയാൽ റിപ്പോർട്ട് നാളെ രാവിലത്തേക്ക് തീരത്തുള്ളൂ. ദൈവമായിട്ടൊരു അവസരം തരുമ്പോ നമ്മളത് കളയാൻ പാടില്ലല്ലോ. എന്റെ വില്ലേജ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു കാഞ്ചന സാറേ, ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ പേടിയാവുക. മോഹനേഷ് സാറോട് എന്തു പറയും? ഒന്നും പറയാനില്ല പ്രഭേ. ഇന്ന് വൈകുന്നേരം 6 മണി വരെ നിൽക്കേണ്ടി വരുമെന്ന് മോഹനേഷ് സാർ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് അമ്മയെ കൊണ്ട് ആശുപത്രി പോയേ പറ്റൂ. 5:30 മണി മുതൽ 6 മണി വരെ ഡോക്ടർ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ഓരോ ആവശ്യങ്ങൾ കാണും. എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാണോ ഞാൻ 6 മണി വരെ നിൽക്കാന്ന് പറഞ്ഞ്? നാളെ രാവിലെ റിപ്പോർട്ട് കൊടുത്തേ പറ്റുമെന്ന് മോഹനേഷ് സാറിന്റെ വാക്കല്ലേ. അതിൽ ഒരു ഒത്തുതീർപ്പിനും സാറ് നിൽക്കില്ല. ഹലോ, ശിശുപാലൻ ചേട്ടാ, ഞാൻ സത്യഭാമയാണ്. അതെ, ഞാനാണ് വിളിക്കുന്നതെന്ന് അവിടെ ആരും അറിയണ്ട. അറിയണ്ടേ? ഒരു ചെറിയ കാര്യമുണ്ട്. എനിക്ക് ശിശുപാലൻ ചേട്ടൻ്റെ ഒരു സഹായം വേണം. പക്ഷേ മോഹനേട്ടൻ അറിയാൻ പാടില്ല. എന്റെ സഹായോ? എന്ത് സഹായം? ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് ചേട്ടൻ അങ്ങ് കേട്ടാ മതി. ഓ, എന്തേ, ഞാൻ പറഞ്ഞ പോലെ നടക്കുവോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ ശിശുപാലൻ ചേട്ടന്റെ അതിർത്തി തർക്കത്തിന്റെ കേസ് ഇപ്പോഴും ഞാനാണ് വാദിക്കുന്നത്. അതെ. അതിന് അത്ര വലിയ ഫീസൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, അല്ലേ? ഇല്ല. സത്യത്തിൽ ശിശുപാലൻ ചേട്ടൻ തന്ന കാശിന് ആ കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് നഷ്ടക്കച്ചവടമാണ്. അങ്ങനെ വരുമ്പോ ചിലപ്പോ എനിക്ക് തോന്നും ആ കേസ് അങ്ങ് വിട്ടാലോ എന്ന്. അത് വേണ്ട. വക്കീല് പറഞ്ഞ പോലെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം.
ഉറപ്പാണല്ലോ. എന്താ സംശയം? ശിശുപാലൻ ഒരു കാര്യമേറ്റ ഏറ്റതാ. അത് മതി. ആ. അങ്ങനെ ശിശുപാലൻ ചേട്ടനെ കയ്യിലെടുത്തു. ഇനിയാണ് ബാക്കി കളി. വില്ലേജ് ഓഫീസർ മേലിങ്ങനെ തെറ്റിദ്ധരിച്ച് ജീവിക്കരുത്. സമയം നീ എവിടെയായിരുന്നു ഇതുവരെ? മണി 7:45. മോഹനേട്ടൻ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ താമസിക്കുമെന്ന്. താമസിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി 5:05 ആയിരിക്കുമെന്ന്. ഇപ്പൊ മണി 7:45. അതിനിടെ നിന്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു. അത് ഓഫ് ചെയ്തല്ല മോഹനേട്ടാ, ചാർജ് തീർന്ന് ഓഫായി പോയത്. എന്നാലും ഇത് ധിക്കാരമായി പോയി ഭാമേ. നീ ഒരു സ്ത്രീയാണ്. സ്ത്രീകൾ ജോലി കഴിഞ്ഞ് വരേണ്ട സമയമാണോ ഇത്? നമ്മുടെ നാട്ടിലെ എത്രയോ സ്ത്രീകൾ ഇതിലും വൈകി ജോലി കഴിഞ്ഞെത്തുന്നു. മോഹനേട്ടൻ അതൊന്നും അറിയാഞ്ഞിട്ടാ. അത് മാത്രമല്ല, ഞാനൊരു വക്കീലല്ലേ. എനിക്ക് മോഹനേട്ടനെ പോലെ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ പറ്റൂ? ഇത്ര മാത്രം വൈകി വരാൻ എന്ത് ജോലിയായിരുന്നു എനിക്ക് അവിടെ? മോഹനേട്ടാ, ഓമനക്കുട്ടൻ കൊലക്കേസിലെ വിചാരണ നാളെ തുടങ്ങുകയാണ്. നാട് മുഴുവൻ ശ്രദ്ധിക്കുന്ന കേസല്ലേ. ഈ കേസ് ജയിക്കേണ്ടത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അതുകൊണ്ട് ഫയലുകൾ മുഴുവനും നോക്കി നോട്ടുകൾ മുഴുവൻ റെഡിയാക്കേണ്ടി വന്നു. അത് ഇവിടെ വന്നിട്ടാകാമായിരുന്നല്ലോ. എങ്ങനെ മോഹനേട്ടാ? ഞാൻ ഒറ്റയ്ക്കിരുന്നാ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത്? ഇത്തരം കേസുകളിൽ നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ ചർച്ചകളൊക്കെ വേണ്ടി വരും. ഞാൻ വിദ്യാലക്ഷ്മിയെ മാത്രം തീരുമാനിക്കുന്ന പോലെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഓരോ ചെറിയ കാര്യങ്ങൾക്കും സദാനന്ദ സാറിന്റെ അഭിപ്രായം ചോദിക്കണം. അതിനിടയിൽ വിദ്യാലക്ഷ്മിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടി വന്നു. അവളുടെ അമ്മായിമ്മ ഹോസ്പിറ്റലില്. അത് കാരണം ഞാൻ സദാനന്ദ സാറ് മാത്രമായി ഓഫീസില്. അതുകൊണ്ടാ ഇത്ര വൈകി. ഓഹോ, നീ എന്താ പറഞ്ഞത്? നീയും സദാനന്ദ സാറും മാത്രമായി ഈ നേരം അത്രയും ആ ഓഫീസിൽ ഇരുന്നോ? അതിനെന്താ? നീ ഒരു സ്ത്രീയും അയാളൊരു പുരുഷനുമല്ലേ? എന്തേ പുരുഷനും സ്ത്രീയും ഒരു ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യാൻ പാടില്ലേ? പകലാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ രാത്രി 7-7:30 വരെ നീയും അയാളും മാത്രമായി അവിടെ ഇരുന്നു പറഞ്ഞാൽ? പകലിരിക്കാമെങ്കിൽ രാത്രിയിലും ഇരിക്കാം മോഹനേട്ടാ. രാത്രി ആവുമ്പോ ആളെ പിടിച്ചു തിന്നാൻ സദാനന്ദ സാറ് ഡ്രാക്കുളയൊന്നുമല്ലല്ലോ. എന്റെ മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ മിക്കവാറും സ്ഥാപനങ്ങളിലും ആണും പെണ്ണും രാത്രിയും പകലും ഒക്കെ അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്താ കുഴപ്പം? സദാനന്ദ സാർ ഒരു മാന്യനാണ്. അതല്ല, സാറിപ്പോ മാന്യനല്ലെങ്കിലും എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാലോ. സദാനന്ദം വക്കീലും മാന്യനല്ലെന്നോ നിന്റെ കാര്യം നോക്കാൻ നിനക്ക് അറിയില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നാട്ടുകാരെങ്കിലും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഒരു പുരുഷനും സ്ത്രീയും മാത്രമായി അസമയത്ത് ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്നു പറഞ്ഞാൽ ആളുകൾ എന്ത് പറയും? എന്ത് പറയാൻ? ഭാമേ, നിങ്ങൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങോട്ട് കയറി വന്നു കരുതുക. അയാൾ എന്താവും കരുതുക? രാത്രിയിൽ ഒരിടത്തിരുന്ന് ജോലി ചെയ്യാൻ സദാനന്ദ വക്കീലും നീയും ഭാര്യയും ഭർത്താവുന്നല്ലോ. അതെന്തായാലും കൊള്ളാം, നല്ല ന്യായം. മോഹനേട്ടാ, ഇത് വർഷം 2014 ഒരാണിനെയും പെണ്ണിനെയും രാത്രി 7 മണിക്ക് ഒരാൾ കാണുന്ന മാത്രയിൽ സംശയിക്കാനും തെറ്റിദ്ധരിക്കാനും കഥയുണ്ടാക്കാനും ഒക്കെ ഒരാളും മെനക്കെടില്ല. മോഹനേട്ടന് നാട്ടിലെ മാറ്റങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത്തരം മാറ്റങ്ങൾ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. എത്ര മാറിയാലും ആണാണും പെണ്ണും തന്നെയാണല്ലോ. ഭാമേ, മേലിൽ ജോലിക്ക് പോയാൽ വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. അതിൽ കൂടുതൽ സമയം ചെയ്താൽ മാത്രം തീരുന്ന ജോലിയാണെങ്കിൽ ആ ജോലി അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കണം. ഇന്നത്തോടെ ആ ധാരണ ഞാനങ്ങ് മാറ്റിക്കൊടുക്കാം. നാട്ടുകാർ ആരെ പറ്റിയൊക്കെ എന്തൊക്കെ പറയുന്നു അറിയണമല്ലോ. എന്റെ ഈശ്വരാ, ഒന്ന് വൈകുന്നേരം ആയെങ്കിൽ.
ആരായിരുന്നു ശിശുപാലൻ ചേട്ടാ? എന്തോ രഹസ്യം പറയാനാണല്ലോ അങ്ങ് പോയത്. ഓ, എന്ത് രഹസ്യം? ഒരു പരിചയക്കാരനാ, ഒരു കാശിന്റെ ഏർപ്പാടുണ്ട്, അത്രേ ഉള്ളു കാര്യം. ആ പിന്നെ സ്വയംപ്രഭ സാർ അമ്മയുടെ കാര്യം കാര്യമായിട്ടൊന്ന് പറഞ്ഞു നോക്ക്. മോനേഷ് സാർ സമ്മതിക്കും. അതെന്താ ശിശുപാലൻ ചേട്ടാ ഇപ്പൊ അങ്ങനെ പറയുന്നേ? അല്ല, പ്രൊഫസറിന്റെ ആവശ്യം ഒരു ആവശ്യം തന്നെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. നമസ്കാരം സർ. നമസ്കാരം. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എത്ര വൈകിയാലും ഇന്ന് നമ്മൾ റിപ്പോർട്ട് തീർത്തിട്ടേ ഇവിടുന്ന് പോകൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ. ഉം. അമ്മേ, എല്ലാ വെള്ളിയാഴ്ച ഡോക്ടറെ കാണിക്കണം. വൈകിട്ട് 5:30 മണി മുതൽ 6:30 മണി വരെ ഡോക്ടർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്നെ കുറച്ച് നേരത്തെ വിട്ടാ. അതെങ്ങനെ ശരിയാവും? അല്ല സർ, കാഞ്ചന സാർ ഞാനും കൂടി അത്രയും ജോലിയും കൂടെ ചെയ്തോളാം സർ. പ്രൊഫസറിന്റെ ഒരു അവസ്ഥ അതല്ലേ, സാർ ഒന്ന് സമ്മതിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജോലി ചെയ്യാതെ ശിശുപാലനും കാഞ്ചനയ്ക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ല. വേണ്ട സർ. ഒരാൾ കുറയുമ്പോ 6 മണി എന്നുള്ളത് 6:30 7 ആയിരിക്കും. കുഴപ്പമില്ല സർ. ശരി. എന്റെ കാര്യം പറയാൻ ശിശുപാലൻ ചേട്ടന് ആരാ അധികാരം തന്നത്? 6 മണിയെന്ന് ഞാൻ സമ്മതിച്ചു തന്നെ എന്റെ നിവൃത്തി കേടുകൊണ്ടാ. ഇനി 7 കൂടെ പറഞ്ഞ എന്റെ പൊന്ന് കാഞ്ചന സാറേ, നിവൃത്തിയോടുണ്ട് പറയേണ്ടി വന്നതാ, എന്നോട് ക്ഷമിക്കേ. എന്ത് നിവൃത്തികേട്? അല്ല, പ്രൊഫസറിന്റെ ഒരു നിവൃത്തികേട്. അമ്മ ആശുപത്രി കൊണ്ടുപോയില്ലേ പറ്റൂ. ഭഗവാനേ. മണി 5 കഴിഞ്ഞല്ലോ. ശിശുപാലൻ ചേട്ടൻ ഏറ്റ കാര്യം എന്തായോ എന്തോ. സ്വയംപ്രഭയെ അങ്ങനെ അങ്ങ് പോവാൻ സമ്മതിക്കില്ലേ മിസ്റ്റർ? മണി 5:30 ആയി. ഒന്ന് വേഗത്തിലേ നമുക്ക് 7 മണിക്ക് മുമ്പ് തീർക്കാം. ഇതിൽ കൂടുതൽ വേഗത്തിൽ എഴുതാൻ എനിക്ക് അറിയില്ല. സാർ സ്വയംപ്രഭയെ വിട്ടതാ പ്രശ്നമായത്. ഇല്ലെങ്കിൽ 6 മണിക്ക് ജോലി തീർന്നേനെ. സാറേ, ഒരു മിനിറ്റ്. എന്റെ വീടിനടുത്തുള്ള ഒരാളാ. വേഗം വേണം. ഓ, ഫോൺ ചെയ്ത് സമയം കളയരുത്. ഇല്ല സാർ, ഇല്ല. ഹലോ. എന്താ ശിശുപാലൻ ചേട്ടാ? അത് പ്രൊഫസർ പോയി. ഇപ്പോ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ ശിശുപാലൻ ചേട്ടൻ കൂടെ സ്ഥലം വിട്. ഞാനെങ്ങനെ പോവും? അതിനാണ് വഴിയില്ലാത്തത്. അതെങ്ങനെ? ശരി ശരി. സാറേ, സാറേ, ഒരു പ്രശ്നം. എന്റെ അടുത്ത വീട്ടിൽ ദിവാറിന് വണ്ടി ഇടിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന്. അടിയന്തരമായിട്ട് ബ്ലഡ് വേണമെന്നാ പറഞ്ഞത്. അവൻ്റെത് A- ഗ്രൂപ്പാ. ഞാനും അതെ. A- ഉള്ള വേറെ ആരെയും അറിയില്ല എന്ന്. ഞാൻ അങ്ങോട്ട് പോട്ടെ സാർ. അപ്പൊ റിപ്പോർട്ട് എഴുതുന്നതോ? റിപ്പോർട്ടാണോ? ഒരു മനുഷ്യന്റെ ജീവനാണോ വരുന്നത്? എത്രയും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ദിവാറിന്റെ കാര്യം പോക്കാ സാറേ.
ഞാൻ വെക്കോട്ടെ സാർ. അങ്ങനെയാണെങ്കിൽ ശിശുവല പോയിക്കോ, ഒരു ജീവന്റെ കാര്യമല്ലേ. വലിയ ഉപകാരം സാർ. സാറിന് മനുഷ്യത്വമുണ്ട്. മനുഷ്യത്വത്തിനുള്ള പ്രതിഫലം സാറിന് ഇന്ന് തന്നെ കിട്ടും. ഇന്നോ? പിന്നെ നമ്മുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം കിട്ടാൻ ഇപ്പൊ പഴയതൊരു വെയിറ്റ് ചെയ്യണ്ട, ഉടനെ തന്നെ കിട്ടും. ഞാൻ വെക്കട്ടെ സാർ. എന്റെ ദിവാറിന് ഒന്നും പറ്റരുതേ. എന്ത് കഷ്ടോ സാറേ. നമ്മള് രണ്ടുപേരും മാത്രം ഇരുന്ന് ഇത് എഴുതിയാ എപ്പോ തീരാനാ സാർ? തീരുമ്പോ തീരട്ടെ. റിപ്പോർട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. 7 മണിയായാലും 8 മണിയായാലും ഇനിയിപ്പോ 10 മണിയായാലും റിപ്പോർട്ട് തീർത്തിട്ടേ പോകാൻ പറ്റൂ. ഇരിക്കെ ഇരുന്ന് 8ാമത്തെ പേജ് നോക്കൂ. ഹലോ, അതെ. ആ, എന്താ ചേച്ചി പറഞ്ഞേട്ടാ? ഇറങ്ങിയോ? ആ, അപ്പോ ഇനി വില്ലേജ് ഓഫീസറും കാഞ്ചനയും മാത്രമേ ഉള്ളൂ ഓഫീസില്. ശരി. ഇപ്പൊ വേണ്ട, കുറച്ചും കൂടി രാത്രിയാവട്ടെ. രാത്രിയായല്ലേ ഇതിനൊക്കെ ഒരു രസമുള്ളൂ. മണി 7:30 കഴിഞ്ഞു. ഇത് എഴുതിയിട്ടും തീരുന്നില്ലല്ലോ സാറേ. ഏറി വന്നാൽ ഒരു അരമണിക്കൂർ പെട്ടെന്ന് എഴുതി തീരും. എന്റെ ഒരു വീതി. ഇന്ന് വൈകി ചെല്ലുമ്പോ പ്രഹ്ലാദേട്ടനോട് എന്ത് പറയും? പാതിരാത്രിയാണോ റിപ്പോർട്ട് എഴുതുന്നെന്ന് പ്രഹ്ലാദേട്ടൻ ഉറപ്പായും ചോദിക്കും. സർക്കാർ കാര്യമാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാ. ഇതൊന്നുമില്ലല്ലോ. കാഞ്ചന ഈ ആഫീസിൽ വന്നിട്ട് കൊല്ലമൊന്നായില്ലേ? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ? ഇവിടെ എന്താണ് പരിപാടി? പ്രഹ്ലാദൻ ചേട്ടൻ ഇവിടെ രാത്രിയിൽ എന്താണ് പരിപാടിയെന്ന്? അല്ല, ബസ് സ്റ്റാൻഡിന് സ്ഥലം എടുക്കുന്നത്. ഓ, രാത്രിയിലാണോ ബസ് സ്റ്റാൻഡിന് സ്ഥലം എടുക്കുന്നത്? അതല്ല പ്രഹ്ലാദ, കളക്ടർ പ്രത്യേകം ആവശ്യപ്പെട്ട റിപ്പോർട്ടാണിത്. നാളെ രാവിലെ താലൂക്ക് ഓഫീസിൽ എത്തിക്കണം. ഒരു അരമണിക്കൂറോട് എഴുതിയാൽ തീരും. മോഹനകൃഷ്ണ സാറേ, ആ വേല കയ്യിൽ വെച്ചാൽ മതി. സാർ ഒരു മാന്യനാണെന്നും ഭാര്യയുടെ അല്ലാതെ വേറൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കില്ലെന്നും ഒക്കെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആണുങ്ങളല്ല സാറേ, ഒരബദ്ധം പറ്റാൻ എത്ര നേരം വേണം? എന്തബദ്ധം? പ്രഹ്ലാദ, വില്ലേജ് ഓഫീസിൽ കയറുന്ന അനാവശ്യം പറയരുത്. ആ, ഞാൻ പറഞ്ഞതിൽ എന്താ അനാവശ്യം? സാറ് ചെറുപ്പക്കാരനായ ഒരു വില്ലേജ് ഓഫീസർ. ഇവളാണെങ്കിൽ കാണാൻ തരക്കേടില്ലാത്ത ഒരു പെണ്ണും. ഈ ഓഫീസിലാണെങ്കിൽ വേറെ ആരുമില്ല. സമയം രാത്രി. എന്താ സാറേ ഉണ്ടായിക്കൂടാത്തത്? ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു മാന്യനായ വില്ലേജ് ഓഫീസറാണ്. അത് സാറിന്റെ കൈ വെച്ചാ മതി. രാത്രി തന്നെ എഴുതിയെങ്കിലേ റിപ്പോർട്ട് തീരും. അത് എന്റെ ഭാര്യ എന്നെ കൂട്ടിരിക്കണോ? വേറെ ഉണ്ടായിരുന്നല്ലോ 2 പേര്. അവരെവിടെ? അല്ല, അവര് പോയി. അവര് പോയതല്ല, സാർ അവരെ പറഞ്ഞു വിട്ടു. സാറിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ഞാൻ ഈ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞ് നാറ്റിക്കും. പകൽമാന്യനായ വില്ലേജ് ഓഫീസർ രാത്രി വില്ലേജ് ഓഫീസിൽ എന്തൊക്കെയാണ് ഒപ്പിക്കുന്നതെന്ന് നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ചുമ്മാടി, എന്ത് മതിയെന്ന്? റിപ്പോർട്ട് എഴുതിയതൊക്കെ മതി. ബാക്കി സാർ തന്നെ എഴുതിക്കോളും. ഇല്ലെങ്കിൽ വീട്ടിൽ പോയി തന്നെ എഴുതട്ടെ. സാറിന്റെ വീട്ടിലുണ്ടല്ലോ ഒരു പെണ്ണ്. നീ ഇങ്ങോട്ട് വാടി. വരാൻ പറഞ്ഞാൽ വന്നോണം കേട്ടോ. വാടി ഇങ്ങോട്ട്. പാതിരാത്രിക്ക് എന്റെ കഞ്ചന. സർ, വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് ഈ ജോലിയേക്കാൾ വലുത് എനിക്കെന്റെ കുടുംബം. ഞാൻ വരട്ടെ. ആലോചന ഇതുവരെ കഴിഞ്ഞില്ലേ മോഹനേട്ടാ? ഇതിന് മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു?
പ്രഹ്ലാദം വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി, അതങ്ങ് വിട്. അതെങ്ങനെ വിടും? അയാൾക്ക് മാന്യതയുണ്ടോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നോ അയാളുടെ ഭാര്യയുടെ മേലുദ്യോഗസ്ഥനാണെന്നോ അയാൾ ഓർക്കണമായിരുന്നല്ലോ. സ്വന്തം ഭാര്യയെ കാണാതെ വരുമ്പോ ഏത് ഭർത്താവ് അന്വേഷിച്ചു വരും? ഇവിടെ അത്രയ്ക്കല്ലേ സംഭവിച്ചുള്ളൂ. അന്വേഷിച്ചു വന്നത് ഞാൻ തെറ്റ് പറഞ്ഞില്ല. പ്രഹ്ലാദം വരുമ്പോ ഞാനും കാഞ്ചനയും റിപ്പോർട്ട് എഴുതിയിരിക്കുന്ന തിരക്കിലായിരുന്നു. വന്ന പാടെ അയാൾ ബഹളം തുടങ്ങി. ഇനിയിപ്പോ പ്രഹ്ലാദം പുറത്തിറങ്ങി നാളെ നാട്ടുകാരോട് എന്ത് പറയുന്ന എനിക്ക് പേടി. പറയുന്നത് കാഞ്ചനയുടെ ഭർത്താവാകുമ്പോ ആളുകൾ വിശ്വസിക്കാതിരിക്കോ? അങ്ങനെ സംഭവിച്ച പിന്നെ തലയിൽ മുണ്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ. പ്രഹ്ലാദൻ ആരോടും ഒന്നും പറയില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞിട്ടല്ലേ പ്രഹ്ലാദൻ അവിടെ വന്നത്. നീ പറഞ്ഞിട്ടോ? കഴിഞ്ഞ ദിവസം ഓമനക്കുട്ടൻ കൊലക്കേസിന്റെ വിചാരണ തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് വൈകി വന്നതിന്റെ പേരിൽ മോഹനേട്ടൻ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്നോട് എന്തുമാത്രം ദേഷ്യപ്പെട്ടു. സ്വന്തം ഭാര്യ ജോലി സ്ഥലത്ത് നിന്ന് കൃത്യസമയത്ത് തിരികെ വീട്ടിലെത്തണമെന്ന് നിർബന്ധമുള്ള മോഹനേട്ടൻ തന്നെ വേറൊരാളുടെ ഭാര്യയെ കൊണ്ട് ആഫീസ് സമയം കഴിഞ്ഞും ജോലി ചെയ്യിച്ചു. അത് ശരിയാണോ? എനിക്ക് വേണ്ടി അല്ലല്ലോ, അത്യാവശ്യമുള്ള കാര്യമുണ്ടല്ലേ. ആ, ഞാനൊന്ന് ഓഫീസിലിരുന്നതും സദാനന്ദ സാറിന് വേണ്ടി മാത്രമായിരുന്നില്ല, ബാധിക്കുന്ന കേസ് ജയിക്കാൻ കൂടെ വേണ്ടിയായിരുന്നു. ഇന്ന് പ്രഹ്ലാദൻ ആഫീസിൽ വന്നില്ല എന്നിരിക്കട്ടെ. രാത്രി വൈകി വീട്ടിൽ ചെല്ലുന്ന കാഞ്ചന ഭർത്താവിനോട് എന്ത് സമാധാനം പറയുമായിരുന്നു? ഓഫീസിലെ തിരക്കിന്റെ കാര്യം പറയായിരുന്നു. ഞാൻ അന്ന് എന്റെ ഓഫീസിലെ തിരക്കിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് അത് സമ്മതിച്ചു തന്നില്ല. അപ്പോ കാഞ്ചനയുടെ ഓഫീസിലെ തിരക്കിന്റെ കാര്യം കാഞ്ചന പറയുമ്പോൾ കാഞ്ചനയുടെ ഭർത്താവ് സമ്മതിച്ചു കൊടുക്കൂ? അന്ന് മോഹനേട്ടൻ പറഞ്ഞ ഒരു ന്യായം നാട്ടുകാരറിഞ്ഞാൽ എന്തു പറയുമെന്നായിരുന്നു. ഒരു ദിവസം കുറച്ചു വൈകി സദാനന്ദൻ സാറിന്റെ കൂടെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തതിന് എന്നെ പറ്റി അപവാദം പറയുന്ന നാട്ടുകാര് ഇന്ന് മോഹനേട്ടന്റെ കൂടെ വില്ലേജ് ഓഫീസിലിരുന്ന് ജോലി ചെയ്ത കാഞ്ചനയെ പറ്റിയും നാളെ അപവാദം പറയില്ലേ? രാവിലെ ആഫീസ് ജോലി വൈകൂന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് ഒരു ചെറിയ നാടകം കളിക്കാമെന്ന്. അങ്ങനെ ശിശുപാലൻ ചേട്ടന് സ്വയം പ്രഭയും നേരത്തെ പോയി. മോഹനേട്ടനും കാഞ്ചനയും ആഫീസിൽ തനിച്ചായി. പ്രഹ്ലാദ ശരിക്കും കാഞ്ചനെ കൂട്ടാൻ വന്നതാ. വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 4 ഡയലോഗ് കാച്ചിയേ ഉള്ളൂ. പ്രഹ്ലാദിന്റെ ചെക്ക് കേസ് കോംപ്രമൈസ് ചെയ്ത് കൊടുത്തതിന്റെ പ്രത്യുപകാരം. അപ്പൊ ഇനി എങ്ങനെയാ? വല്ലപ്പോഴും ഒരിക്കൽ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകാമോ? നീ വൈകിയാലും കുഴപ്പമില്ല. 5 മണിക്ക് ശേഷം ഇനി കാഞ്ചനയെയോ സ്വയം പ്രഭയോ ആഫീസിലെത്തുന്ന പരിപാടിയില്ല. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. വെറുതെ എന്തിനാ സൽപ്പേര് കളയുന്നത്? ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാലേ പഠിക്കൂ. ഇന്ന് മോഹനകൃഷ്ണൻ പഠിച്ചതും അങ്ങനെ ഒരു പാഠമാണ്. മാറിയ കാലത്ത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വൈകി ജോലി ചെയ്യേണ്ടി വരുമെന്നും അതിന്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണയുടെ കാര്യമില്ലെന്നും പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.